ഞാൻ തലനാഴിടയ്ക്കാണ് അയർലൻഡിൽ എത്തിപ്പെട്ടത്. പാർട്ട് 2 ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ പാർട്ട് 1 അവസാനിപ്പിച്ചത്. ആ ട്വിസ്റ്റ് നിങ്ങൾക്ക് ഉടനെ മനസ്സിലായി. ഞാൻ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു ഏജൻസിയെ കോൺടാക്ട് ചെയ്തു. അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ കൊടുത്ത് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അയർലൻഡ് നഴ്സിംഗ് ബോർഡിന് ഇടയ്ക്കൊക്കെ എനിക്ക് ക്വയറി മെയിൽസ് വരും. അതിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്കായിരുന്നു എന്റെ കല്യാണം. ഉടനെ തന്നെ അയർലൻഡിലേക്ക് പറക്കാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എന്റെ ഉണ്ടായിരുന്ന ജോലിയും റിസൈൻ ചെയ്തു. അങ്ങനെ നാട്ടിൽ വന്നിരുന്ന ഡിസിഷൻ ലെറ്ററിന് വേണ്ടി കട്ട വെയിറ്റ്. അങ്ങനെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു മെയിൽ എനിക്ക് വരുന്നത്. എന്റെ OET എക്സ്പയർ ആയത് കാരണം എനിക്കിനി ആപ്റ്റിറ്റ്യൂഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ആ ഇമെയിൽ. തീർന്നില്ലേ, ഞാൻ ആകെ വിഷമത്തിലായി. ഇനി എന്ത് ചെയ്യും? എനിക്ക് ഒന്നേന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ. ഉണ്ടായിരുന്ന ജോലിയും ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ കയ്യിൽ നിന്നെല്ലാം പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും OET പ്രിപ്പറേഷൻ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് ഒക്കെ തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഇമെയിൽ വരുന്നു. കോവിഡിന്റെ സമയത്ത് കുറെ ആപ്ലിക്കേഷൻസ് ഡിലേ ആയിട്ടുണ്ട്. ആ സമയത്ത് OET എക്സ്പയർ ആയവർക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഇമെയിൽ. എനിക്കന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നേ. പിന്നെ ഒരു 1.5 മാസത്തിനുള്ളിൽ എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു, ഇന്റർവ്യൂ കിട്ടി. അങ്ങനെ നേരെ അയർലൻഡിലേക്ക് പറഞ്ഞു.